ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ എളിയവന്റെ സ്നേഹവന്ദനത്തെ ഏവർക്കും അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നമുക്കറിയാം, മനുഷ്യൻ എവിടെ എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം അതിന് പലിശ കിട്ടും എന്നുള്ളതാകുന്ന ഒരു ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചില ബാങ്കുകളെക്കാൾ കൂടുതൽ പലിശ മറ്റൊരു ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ നിക്ഷേപിക്കുവാനായിട്ട് മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവൻ ഒരുങ്ങും. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഷെയർ മാർക്കറ്റുകളിൽ മനുഷ്യൻ നിക്ഷേപിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് എവിടെയെങ്കിലും ഷെയർ മാർക്കറ്റ് ഇടിയുന്നു എന്ന് തോന്നുമ്പോൾ അവന് പെട്ടെന്ന് നിരാശയുണ്ടാകും. 24 മണിക്കൂറും ഷെയർ മാർക്കറ്റ് നോക്കി ഇരിക്കുന്ന അനേകരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മറ്റു യാതൊരു ജോലിക്കും പോകാതെ. അപ്പോൾ ഏതുവിധേനയും നിക്ഷേപം മനുഷ്യൻ സ്വരൂപിക്കുവാനായിട്ടാണ് നോക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന നിക്ഷേപങ്ങളെല്ലാം അത് ശാശ്വതമല്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉപദേശിക്കുന്നത്. അതെല്ലാം പുഴുവും തുരുമ്പും കെടുക്കുകയും അതേപോലെ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ എവിടെയാണ് നിക്ഷേപിക്കേണ്ടുന്നത്? ഇപ്രകാരമുള്ളതായ യാതൊരു നാശവും സംഭവിക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം ഉണ്ടാക്കുന്നവരാകുവീൻ എന്നാണല്ലോ ഇവിടെ നമുക്ക് കർത്താവ് പറഞ്ഞ ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതായ കാര്യം കാണുവാനായിട്ട് കഴിയുന്നത്. എവിടെയാണ് നാം നമ്മുടെ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുന്നത് എന്ന് ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അനേകർ ഈ ലോകത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി, അനേക കോടീശ്വരന്മാർ അവസാനം അവരുടെ മരണക്കിടക്കയിൽ അതൊന്നും അവർക്കൊരു നേരത്തെ ആഹാരത്തിന് പോലും അല്ലെങ്കിൽ കഴിക്കുവാൻ പറ്റാതെ ആശുപത്രികളിലോ പാലിയേറ്റീവ് സെന്ററുകളിലോ കിടന്നൊക്കെയാണ് അനേകരുടെ അന്ത്യം സംഭവിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. അനേക രാജാക്കന്മാർ ലോകത്ത് പലതും സമ്പാദിച്ചു കൂട്ടിയവരുണ്ട്. അവരാരും ഇന്ന് ഭൂമിയിൽ ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം എല്ലാവരുടെയും അവസ്ഥയാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥമായ ഒരു നിക്ഷേപം? ഈ മുഴുലോകത്തെക്കാട്ടിലും വിലയേറിയ മനുഷ്യന്റെ ആത്മാവ്, അതാണ് ആ നിക്ഷേപം. മനുഷ്യന്റെ ആരോഗ്യം എത്ര ശ്രേഷ്ഠമെന്ന് പറഞ്ഞാലും, സൗന്ദര്യം എത്ര ആണെന്ന് പറഞ്ഞാലും അതെല്ലാം പുഴുവരിക്കുന്നതാണ്. നാളെ ഇതെല്ലാം പുഴുവരിക്കുന്നതാണ്, ഇതെല്ലാം പുഴുവിനുള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അപ്പോൾ എന്നാൽ പുഴുവരിക്കുവാൻ സാധിക്കാത്ത ഒന്ന് ദൈവം മനുഷ്യനിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യന്റെ വിലപ്പെട്ട ആത്മാവ്, അത് ദൈവം മനുഷ്യന് നൽകിയതാണ്. അത് പുഴു അരിക്കുവാനായിട്ടുള്ളതല്ല. ആ ആത്മാവ് നിത്യതയിൽ കൊണ്ട് എത്തിക്കേണ്ടതായ ഒരു ധർമ്മമാണ് നമുക്കുള്ളത്. അതിനെ സൂക്ഷിക്കുവാൻ പുറമേ ഉള്ളതാകുന്ന ഒരു പേടകം മാത്രമാണ് മനുഷ്യന്റെ ശരീരം. എന്നാൽ
ആ നിത്യത നമ്മൾ നഷ്ടമാക്കി എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഇതൊന്നും എന്തെല്ലാം നേടിയാലും ശരി, അതൊന്നും മനുഷ്യൻ അവന്റെ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ഓരോ ദിവസവും ഈ ലോകം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. ഞെട്ടിപ്പിക്കുന്ന ഭൂകമ്പങ്ങള്, മറ്റ് പ്രതികൂലങ്ങള്, ഇതെല്ലാം ആഞ്ഞടിച്ച് ജനകോടികൾ ഓരോ ദിവസവും ഈ ലോകത്ത് മണ്ണിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഉഴുവരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബോംബുകൾക്കോ ഭൂമികുലുക്കങ്ങൾക്കോ ഒന്നും തകർക്കുവാൻ കഴിയാത്ത ഒരു നിത്യരാജ്യം മനുഷ്യനുണ്ട്, ഒരു നിത്യസ്വർഗം മനുഷ്യനുണ്ട്. അത് കർത്താവ് നമുക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ, കർത്താവ് ഒരിക്കൽ ആ വലിയ സമ്പന്നനോട് ചോദിച്ചതുപോലെ, മൂട, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഉണ്ടാക്കിയതെല്ലാം എന്താണ്? ഈ ചോദ്യം എക്കാലത്തും, അല്ലെങ്കിൽ അതൊക്കെ ആർക്കുള്ളതാണ്? നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആയതിനാൽ ആ നിത്യരാജ്യം അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് ആ രക്ഷകനെ ഹൃദയത്തിൽ നാം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അതനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതിനായി ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ.